ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് തുടരുകയാണ്. ഇസ്രായേലിലും ഇറാന്റെ വലിയ ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്ക പറയുന്നു 4 ആഴ്ചയെങ്കിലും യുദ്ധം നീണ്ടു നിൽക്കും എന്നുള്ളത്. സമാധാനത്തിന്റെ യാതൊരു ലക്ഷണവും എങ്ങുമില്ല. GCC രാജ്യങ്ങളാകട്ടെ ആക്രമണം തുടർന്നാൽ ഇറാനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അറ്റാക്ക് ചെയ്യും എന്ന മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ യുദ്ധം അത് തുടരുകയാണ്. സമാധാനത്തിന്റെ ഒരു ചെറിയ കണിക പോലും ബാക്കിയില്ലാതെ. തലക്കെട്ടുകൾ നോക്കാം. ഗൾഫ് മേഖലയിൽ വ്യാപക ആക്രമണം തുടർന്ന ഇറാൻ. ഇതുവരെ 6 മരണം. ടെൽ അവീവിലും ജെറുസലേമിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ നീട്ടി. മിനാബിൽ സ്കൂളിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ മരണസംഖ്യ 180 കടന്നു. വീണ്ടും B-2 ബോംബർ ഉപയോഗിച്ച് അമേരിക്ക. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം B-2 ബോംബർ ഉപയോഗിച്ച് തകർത്തു. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ്. ഇറാനെതിരായ സൈനിക നടപടി നീളുമെന്ന് അമേരിക്ക. നടപടി 4 ആഴ്ച വരെ നീളുമെന്ന് ട്രംപ്. ഇറാനെതിരെ GCC കൗൺസിൽ. ആക്രമണം തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകും. ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് UAE-യും അബുദാബിയും സ്റ്റോക്ക് മാർക്കറ്റും അടച്ചു. യുദ്ധത്തിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യ. ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും UAE പ്രസിഡന്റിനെയും ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് നെതന്യാഹുവിനോട് മോദി. പരമാധികാരം സംരക്ഷിക്കാനുള്ള UAE-യുടെ നീക്കങ്ങൾക്ക് പിന്തുണ. മേഖലയിലെ സ്ഥിതി വിശദമായി വിലയിരുത്തി കേന്ദ്ര മന്ത്രിസഭാ സമിതി. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നത് തുടരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 23 വിമാനങ്ങൾ റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്ന് 20 സർവീസുകളും റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് വിമാന സർവീസുകൾ പൂർണ്ണമായും മുടങ്ങി. ആറ്റുകാൽ പൊങ്കാല നാളെ. തിരുവനന്തപുരത്തേക്ക് ഭക്തജന പ്രവാഹം. തിരുവനന്തപുരം നഗരപരിധിയിലെ 28 സ്കൂളുകൾക്ക് അവധി. സുരക്ഷയ്ക്ക് 5000-ഓളം പോലീസുകാർ. നാളെ പ്രാദേശിക അവധി. ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുന്നു. ഇന്ന് ചർച്ച. DME സമരം അടിച്ചമർത്താൻ കൂട്ടുനിൽക്കുന്നതായി KGM-CTA. മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസ്. ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്ന് യുവതിയുടെ പരാതി. എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത് 2022 നടന്ന സംഭവത്തിൽ. സഞ്ജു സാംസണ് അഭിനന്ദന പ്രവാഹം. പോസ്റ്റുകളുമായി സിനിമാ താരങ്ങൾ. ചേട്ടൻ പൊളിയാണ് എന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്. ഖമനേയിയുടെ വധത്തിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ ഇറാൻ വ്യാപകമായ ആക്രമണം നടത്തുകയാണ് എന്നാണ് വിവരങ്ങൾ. മിസൈൽ ആക്രമണത്തിൽ ജെറുസലേമിൽ 9 പേർ മരിച്ചു എന്നുള്ള വിവരം ഇന്ന് രാവിലെ പുറത്തുവരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിൽ ഈ മാസം 12 വരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലും വ്യാപക ആക്രമണം തുടരുകയാണ്. കുവൈറ്റിലടക്കമുള്ള സ്ഥലങ്ങളിൽ 6ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ബഹ്റൈനിലെ സൽമാൻ തുറമുഖം ആക്രമിച്ചത് വലിയ തിരിച്ചടിയാണ് UAE-ക്ക്. ഇറാനിലെ എംബസി UAE അടച്ച പശ്ചാത്തലമുണ്ട്. എന്നാൽ സ്വകാര്യ മേഖല സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് അബുദാബി അടക്കം അറിയിച്ചിരിക്കുന്നത്. UAE-യും അബുദാബിയും സ്റ്റോക്ക് മാർക്കറ്റ് 2 ദിവസത്തേക്ക് അടച്ചു. ഇതിനിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ആക്രമണം തുടർന്നാൽ സംയുക്തമായി ഇറാൻ തിരിച്ചടി നൽകും എന്ന് UAE അറിയിച്ച പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നിർണായകമാണ് താനും. കാരണം വലിയ ആക്രമണം നടക്കുന്നത്
ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കെതിരെയാണ് എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിലുള്ള സംഭവങ്ങൾ അദ്ദേഹം ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം സംഘർഷം തീർക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. UAE പ്രസിഡന്റുമായും മോദി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരോടുള്ള കരുതലിന് UAE പ്രസിഡന്റിന് മോദി നന്ദി അറിയിച്ചിട്ടുണ്ട്. പരമാധികാരം സംരക്ഷിക്കാനുള്ള UAEയുടെ നീക്കങ്ങൾക്ക് മോദി പിന്തുണ അറിയിച്ചുവെന്ന് UAE അറിയിച്ചു. ഇന്ത്യ കൂടെ നിൽക്കുന്നതിന് നന്ദിയെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രതികരിച്ചിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആക്രമണ സംഭവങ്ങൾ അത് ആവർത്തിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ശമനവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധം നീണ്ടു നിൽക്കും എന്നുകൂടി പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തെ എങ്ങനെ കാണണം? സമാധാനം, അതിനുള്ള ശ്രമങ്ങൾ പോലും എവിടെ നിന്നുമില്ല എന്നുള്ളതാണോ? രജത്ത്, ഈ ഒരു ഇറാൻ പോലൊരു വലിയ രാജ്യത്ത് നിയന്ത്രണം അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏതാണ്ട് 4 ആഴ്ചയോളം സമയമെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതായത് ഈ 4 ആഴ്ച കൂടി ശമനമില്ലാതെ തന്നെ പോരാട്ടം തുടങ്ങും എന്ന് തന്നെയാണ് ട്രംപിൻ്റെ ഇപ്പോഴുള്ള ഒരു വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഇറാൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, അവർ രാഷ്ട്രീയമായി വലിയൊരു അനിശ്ചിതത്വം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ ഈ നേരത്തെ ഉണ്ടായിരുന്ന ആയത്തുള്ള അലി ഖമനേയി മരണപ്പെട്ടതോടെ പുതുതായി ഇനി ആര് അവിടെ നിയന്ത്രണം ഏറ്റെടുക്കും എന്നതിനെ പറ്റി ഒരു പവർ പൊളിറ്റിക്സ് അവിടെ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഇനി ഏത് നേതാവ് ഇനി അഥവാ ഒരു ചർച്ചയ്ക്കായി മുന്നോട്ട് വരികയാണെങ്കിൽ തന്നെ അത് നേരത്തെ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവ് ഈ ചർച്ചയ്ക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ എന്നതടക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ അവിടെയുള്ള IRGCയുടെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ നിർണായകമായിട്ട് തീരും. അപ്പോൾ ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ നിലപാടുകൾ കേട്ട് ഒരു മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അവരുടെ വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം ഏത് തരത്തിൽ എങ്ങനെയായിരിക്കും അവസാനിപ്പിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ IRGC നേരത്തെ നമ്മൾ പല ആവർത്തി സൂചിപ്പിച്ചതാണ്, അവരെ പെട്ടെന്ന് ഒന്ന് തണുപ്പിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അവരെ കീഴടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ US സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് 4 ഭാഗത്തു നിന്നും ഇറാനെ ആക്രമിച്ച് അവരെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണ്. അവരുടെ നേരത്തെ വടക്കൻ മേഖലയിലും അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുമായിരുന്നു ആക്രമണം തുടർന്നിരുന്നതെങ്കിൽ ഇപ്പോൾ തെക്കൻ മേഖലകളിൽ കൂടി അവർ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ 4 ഭാഗത്തു നിന്നും ഇറാനെ ആക്രമിച്ച് അവരെ വരുതിയിൽ കൊണ്ടുവരാനാണ് US ശ്രമിക്കുന്നത്. പക്ഷേ ഈ IRGCയുടെ ഒരു സംവിധാനം വെച്ചിട്ട് അവരെ പെട്ടെന്ന് ഒരു വരുതിയിൽ കൊണ്ടുവരിക എളുപ്പമല്ല. ഇപ്പോൾ പ്രത്യേകിച്ച് US അവരുടെ അത്യാധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ പല ആസ്ഥാനങ്ങളും തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് US ഇതുവരെ ഏതാണ്ട് 1000-ഓളം IRGCയുടെ സൈനികരെ കൊലപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ചില കണക്കുകളെല്ലാം പുറത്തു വരുന്നത്. അതുമാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട സൈനിക താവളം US തകർത്തിട്ടുണ്ട്. പല സാധനങ്ങൾക്കും അവരുടെ പല എക്യുപ്മെൻസിനും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. അവരുടെ ഈ ഷിപ്പിംഗ് സംവിധാനങ്ങൾ, ചില നാവൽ ബിൽഡിങ്ങുകൾ നശിപ്പിച്ചു, 9 ഷിപ്പുകൾക്ക് കേടുപാടുകൾ വരുത്തി എന്നതൊക്കെയാണ് US-ൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പക്ഷമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും മാറ്റമില്ലാതെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെഹ്റാനിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ആക്രമണമെല്ലാം ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇടയ്ക്കൊരു ശമനമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു അവസാനമായി ടെഹ്റാനിൽ ഈ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ചെറിയ രീതിയിൽ അവിടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അതിന് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും പ്രതിസന്ധി ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ട്രംപ് ഒരിക്കലും അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. ഇനി ശക്തമായി മുന്നോട്ട് പോകും എന്നതിൻ്റെ സൂചന തന്നെയാണ് ട്രംപ് തരുന്നത്. ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഇപ്പോൾ ഇറാനിലെ ജനങ്ങളോട് ഇത് നിങ്ങൾക്ക് വലിയൊരു അവസരമാണ്, നൂറ്റാണ്ടുകൾ ഇപ്പോൾ ഒരു ജനറേഷനിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരമാണ്, അതുകൊണ്ട് ഈ അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ അധികാരം അട്ടിമറിക്കണം, നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കണം എന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇറാൻ്റെ ജനതയോട് മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും അടിച്ചമർത്തലുകൾ നേരിടുന്ന ജനതകളോട് മുന്നിട്ട് വരൂ എന്നതാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു കാര്യം.
അപ്പോൾ ഇത്തരത്തിൽ ഒരു രണ്ട് രാജ്യങ്ങളും ഒരിക്കലും പിറകോട്ടില്ല എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്ന ഈ സംഘർഷം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയിലാകുന്നത്, ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത് GCC രാജ്യങ്ങളാണ്. അവരെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട രാജ്യങ്ങളാണ്. ഇതൊരിക്കലും അവരുടെ ഒരു പോരാട്ടമായിരുന്നില്ല. അവരെ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് ഈ പ്രശ്നത്തിൽ കൂടി ഉൾപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ, ഒമാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, UAE എല്ലായിടത്തും ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഒമാനിൽ ആദ്യം ഈ ആക്രമണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിലും ഇന്നലെ അവിടെയുള്ള ഒരു തുറമുഖത്തിൽ ആക്രമണം നടന്നതോടുകൂടി ഒമാനും ഇതിൽ പങ്കാളിയായി. പക്ഷേ ഇപ്പോഴും ഒമാൻ അധികം ഇറാനെ കുറ്റപ്പെടുത്താത്ത രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ മറ്റെല്ലാ രാജ്യങ്ങളും ഇപ്പോൾ സംയുക്തമായിട്ട് US-മായി ചേർന്ന് ഇറാനെതിരെ സംയുക്ത പ്രസ്താവനയടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ ആക്രമണം അവസാനിപ്പിക്കണം എന്നതാണ് അവരുടെ ഒരു ആവശ്യം. മാത്രമല്ല GCC കൗൺസിൽ യോഗത്തിലും ഇറാനെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ഉയർന്നത്. എല്ലാ രാജ്യങ്ങളും ഇറാനെ നിശിതമായിട്ടുള്ള ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരു കടുത്ത പ്രതിസന്ധി ഇവരെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതുതായിട്ട് ഇറാഖിലുള്ള ചില സായുധ സേനാംഗങ്ങൾ, അതുപോലെ തന്നെ ഈ ലെബനിലുള്ള ഹെസ്ബുള്ള ഗ്രൂപ്പ് എല്ലാം ഇവരെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നുവെങ്കിലും ഇവർക്കുള്ള തിരിച്ചടികളും അതിഭയാനകം തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഈ ഹെസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം കൂടി കടുപ്പിച്ചിട്ടുണ്ട്. അവിടെ ലെബനിലുള്ള ബെയ്ററ്റിൽ ഉൾപ്പെടെ ഇപ്പോൾ ആക്രമണം തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. തീർച്ചയായും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനിടയിൽ ട്രംപിന്റെ ചില പ്രസ്താവനകൾ വന്നത്, ഇറാൻ വലിയ ഒരു രാജ്യമാണ്, സൈനിക നടപടിക്ക് 4 ആഴ്ചയോളം വേണ്ടിവരും എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. 9 ഇറാനിയൻ നാവിക കപ്പലുകൾ US മുക്കി എന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരാക്രമണത്തിൽ ഇറാനിയൻ നാവികസേന ആസ്ഥാനം വലിയതോതിൽ നശിപ്പിച്ചു എന്ന അവകാശവാദവും ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇറാൻ്റെ 9ഓളം നാവിക കപ്പലുകൾ ഞങ്ങൾ മുക്കി, ബാക്കിയുള്ളവയും ഞങ്ങൾ പിന്തുടരുകയാണ്. അവ ഉടൻ തന്നെ കടലിൻ്റെ അടിത്തട്ടിലാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതേസമയം ഇറാൻ്റെ പുതിയ നേതൃത്വവുമായി സംസാരിക്കാനും താൻ തയ്യാറാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നതും ശ്രദ്ധേയമായ സാഹചര്യമാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് ചർച്ച വേണമെന്ന് ഇറാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇറാൻ അത് നേരത്തെ ചെയ്യണമായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. കാരണം ഇത് ഇപ്പോൾ വൈകിയ വേളയാണ്. അപ്പോഴും യുദ്ധം ഇറാനെ പൂർണ്ണമായും തകർക്കാതെ ഒരു തരത്തിലുമുള്ള പിന്നോട്ട് പോക്കില്ല. ഇറാനിലെ 48 ഉന്നത നേതാക്കളെ വധിച്ചുവെന്നും ട്രംപ് പറയുന്നു. ഇറാന്റെ മിസൈൽ ശേഖരവും തകർത്തതായി അവകാശപ്പെടുന്നു. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും 5 പേർ ഗുരുതരമായി പരിക്കേറ്റുവെന്നും ട്രംപ് സമ്മതിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ 4 ആഴ്ച വരെ സമയമെടുത്തുള്ള ഒരു ആക്രമണത്തിന് അമേരിക്ക കോപ്പ് കൂട്ടുന്നുണ്ട്. സ്വാഭാവികമായും ഉടൻ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഉള്ള ലക്ഷണമില്ല. ഇതിനിടയിൽ മധ്യസ്ഥ ചർച്ച നടത്താനും ഒന്നും ആരും തയ്യാറെടുത്ത് ഇറങ്ങുന്നുമില്ല. നമുക്കറിയാം കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുകയും നിരവധി ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഒരു വിജയത്തിലേക്ക് എത്താത്ത പശ്ചാത്തലം വളരെ പ്രധാനമാണ്. അത് നിർണായകമായി ഒന്ന് മാറുകയും അങ്ങനെ ട്രംപ് വീണ്ടും പ്രസ്താവനകളുമായി രംഗത്ത് വരികയും ചെയ്യുന്നു. മറ്റൊന്ന്, ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാനാണ് ഇപ്പോൾ ഗൾഫ് സഹകരണ കൗൺസിലിന്റെ GCCയുടെ തീരുമാനം. വീഡിയോ കോൺഫറൻസ് വഴി ചേർന്ന GCC വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഈ തീരുമാനമെടുത്തു. ആവശ്യമെങ്കിൽ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുന്നതടക്കം നിരവധി കാര്യങ്ങളിലേക്ക് കടക്കും എന്ന് ഗൾഫ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിലും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ അതീവ ഗുരുതരമായി തുടരുന്നതിനിടെ ഇറാന്റെ തന്ത്രപ്രധാനമായ ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകായുധമായ B-2B സ്പിരിറ്റ് ബോംബറുകൾ ഉപയോഗിച്ചു, സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, യുദ്ധത്തിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലാണ് ഇത്തരം ബോംബറുകൾ ഉപയോഗിക്കുക. ഈ ബോംബറുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കൊന്ന് കടക്കണം. അതിനു മുൻപ് ദൃശ്യങ്ങളിലേക്ക്, അമേരിക്ക പുറത്തുവിട്ട ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം.
ഇറാന്റെ ഭൂഗർഭ അറകളിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. രഹസ്യ നീക്കം പുറം ലോകം അറിയുന്നത് മിലിറ്ററി എയർ ട്രാക്കിംഗ് അലയൻസിലെ 30ഓളം ഓപ്പൺ സോഴ്സ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങളിലൂടെയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതീവ രഹസ്യമായാണ് അമേരിക്ക ഈ നീക്കം പുറത്തുവിട്ടത്. ഇതിനെ പുറം ലോകം അറിയരുത് എന്ന് അമേരിക്ക ആദ്യം അത്തരത്തിൽ കരുതിയിരുന്നു. പക്ഷേ ആകാശത്തെ അദൃശ്യ ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 4 B-2 സ്പിരിറ്റ് വിമാനങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കാളികളായി എന്ന് US പ്രതിരോധ വകുപ്പ് പിന്നീട് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, ലോകത്തിലെ ഏറ്റവും ആധുനികവും ചെലവേറിയതുമായ തന്ത്രപ്രധാന ബോംബറായ B-2B സ്പിരിറ്റ് അതിൻ്റെ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. ശത്രു രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് അതിർത്തി കടക്കാനും ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യതയോടെ ബോംബിടാനും ഇതിന് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അമേരിക്കയുടെ ഏറ്റവും മികച്ച ആയുധങ്ങളിലൊന്നുകൂടിയാണ് അത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, നമുക്കറിയാം ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇറാന്റെ മിസൈലുകളെ തകർക്കുക എന്ന പരമോന്നത ലക്ഷ്യം കൂടി അമേരിക്ക ഉണ്ടായിരുന്നു. 11,000 കിലോമീറ്റർ വരെ ദൂരം നിർത്താതെ പറക്കാൻ കഴിയുന്ന ഈ വിമാനം, അതുമായി ബന്ധപ്പെട്ട ബോംബറുകൾ അത് കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു അമേരിക്ക ഇറാനിൽ. അതെ രഞ്ജിത്ത്, ഇതിനു മുൻപേ തന്നെ ട്രംപ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നൽകിയിരുന്നത്. ട്രംപ് എപ്പോഴും ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നത് തങ്ങളുടെ കയ്യിൽ B-20 ബോംബറുകളുണ്ട്. ഇപ്പോൾ ഇറാൻ ഈ ആണവ കരാറിൽ ഒരു ധാരണയിലെത്തിയില്ലെങ്കിൽ ഏത് നിമിഷവും ഞങ്ങൾ അതെടുത്ത് പ്രയോഗിക്കും എന്നൊരു ഭീഷണി കൂടി ട്രംപ് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ഭീഷണി ഉണ്ടാക്കുന്നതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതിനു മുൻപേ കഴിഞ്ഞ വർഷം 2025 ജൂണിൽ നടന്ന ഈ ഒരു ഇസ്രായേൽ അതുപോലെ അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ US ഇത്തരത്തിൽ ഈ B-20 ബോംബറുകൾ ഉപയോഗിച്ച് അവരുടെ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളെല്ലാം തകർക്കുന്ന ഒരു അവസ്ഥ അന്ന് സംജാതമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അന്ന് ഈ ആണവ നിലയങ്ങൾ തകർത്തതിന് ശേഷം US അവകാശപ്പെട്ടത് ഇറാന്റെ ആണവ സംവിധാനത്തെ പൂർണ്ണമായിട്ട് നിർവീര്യമാക്കി ഇനി അത്തരമൊരു സംവിധാനം അത് ഇറാനിലില്ല എന്നത് ഉൾപ്പെടെ ഉള്ള ഒരു വാദങ്ങളാണ് US അന്ന് നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയിട്ടുള്ള പല നിരീക്ഷണങ്ങളിലും അതുപോലെ തന്നെ ചാരവൃത്തിയിലൂടെ നടത്തിയിട്ടുള്ള ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇറാനിൽ ഇത്തരത്തിൽ വീണ്ടും ആണവ നിലയങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ദീർഘദൂര മിസൈലുകളുടെ പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളെല്ലാം US-ന് ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വർഷം വീണ്ടും ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും അതൊരു ആണവ ചർച്ചയിലേക്ക് പോവുകയും ചെയ്തത്. അപ്പോഴാണ് ഈ ട്രംപിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ ഭീഷണി ആ B-20 വിമാനത്തിൻ്റെ പേരിൽ വരുന്നത്. ഇപ്പോൾ ആ ഭീഷണി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആദ്യഘട്ടത്തിൽ സാധാരണ മിസൈലുകളും അതുപോലെ മറ്റ് ഫൈറ്റർ ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു US സ്വീകരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ ഖമനയുടെ മരണത്തിന് ശേഷം ഈ ഇറാന്റെ കൂടുതൽ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ഭൂഗർഭ അറകളിലുള്ള മിസൈൽ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയും നശിപ്പിക്കാനുള്ള ഒരു നടപടിയാണ് നിലവിൽ US സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ആക്രമണത്തിൽ പ്രധാനമായിട്ടും നശിപ്പിക്കപ്പെട്ടു എന്ന് കരുതുന്നത് പ്രധാനമായിട്ടും അവരുടെ ചില നേവൽ ബേസുകൾ, 9ഓളം യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ ഈ ബോംബിങ്ങിൽ തകർന്നതായിട്ടാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പല മിസൈൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അവർക്ക് നഷ്ടമായതായിട്ടും അതുപോലെ വളരെ സാരമായിട്ട് ഇതിനെ പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഇപ്പോൾ ഈ B-20 ബോംബറുകൾ നേരത്തെ തന്നെ എബ്രഹാം ലിങ്കൺ കപ്പൽ വഴി അവിടെ എത്തിച്ചിരുന്നു. പക്ഷേ ഇതിന് ഈ ഒരു വിമാനങ്ങൾക്ക് അത്തരമൊരു കാര്യം പക്ഷേ പൂർണ്ണമായിട്ട് വേണമെന്നില്ല. ഈ ഒരു വിമാനം വഴി ഇത്തരമൊരു എബ്രഹാം ലിങ്കൺ കപ്പൽ വഴി അവിടെ എത്തിച്ചത് അത് ആക്രമണം അത് കൂടുതൽ കടുപ്പിക്കാനും കൂടുതൽ ഇവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുമാണ്. വേണമെങ്കിൽ US-ൽ തന്നെ ഇരുന്നു കൊണ്ട് US-ന് ഈ ആക്രമണങ്ങൾ അത് നിയന്ത്രിക്കാൻ വേണമെങ്കിൽ സാധിക്കും. കാര്യം ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ചുകൊണ്ട് വീണ്ടും കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ശേഷിയുള്ള വിമാനങ്ങളാണ് ഈ B-20 വിമാനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഇവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇറാൻ്റെ എല്ലാ ആണവ സംവിധാനങ്ങളും അവരുടെ എല്ലാ മിസൈലുകളും സ്ഥിതി ചെയ്യുന്നത് ഭൂഗർഭ അറകളിലാണ്. അവിടെ വെച്ചാണ് അവർ പരീക്ഷണവും അതുപോലെ ഇതിൻ്റെ നിർമ്മാണവും മറ്റ് ഗവേഷണങ്ങളും ഉൾപ്പെടെ നടത്തുന്നത്. അപ്പോൾ ഈ ഭൂഗർഭ അറകളെ തുളച്ചുകൊണ്ട് ആക്രമണം നടത്തുക അത് മറ്റ് ഫൈറ്റർ ഈ മിസൈലുകൾ അതുപോലെ ഡ്രോണുകൾ അവയ്ക്കൊന്നും അങ്ങനെ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ B-20 ഈ ബോംബറുകൾക്ക്
അതിൽ അഡ്വാൻറ്റേജ് വരുന്നത് അവിടെയാണ്. തീർച്ചയായും അങ്ങനെയാണ് അജയ്. തുടരുക. ഒരു ഭീമൻ പക്ഷി പറന്നു പോകുന്നത് പോലെയാണ് ദൂരെ നോക്കിയാൽ ഇവയെ കാണാനാവുക. ഇതിനൊപ്പം റഡാർ ക്രോസ് സെക്ഷനിൽ നിന്ന് ചെറിയൊരു പക്ഷിയുടെ അത്രയുമേ കാണിക്കൂ. അവയെ കണ്ടെത്തണമെങ്കിൽ അതിശക്തമായ റഡാർ സംവിധാനങ്ങൾ വേണം. തൽക്കാലം ഇറാൻ അതില്ല. നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും B-2 ബോംബറിനെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല എന്നാണ് റിപ്പോർട്ടുകൾ. US-ന്റെ പക്കൽ മാത്രമാണ് ഈ ബങ്കർ ബ്ലസ്റ്റർ ബോംബായ GBU, അതിൻ്റെ ഒരു GBU 57A-B എന്ന ബോംബുള്ളത്. 20 അടി നീളമുള്ള ഈ ബോംബ് പ്രയോഗിക്കാൻ US-ന്റെ B-2 ബോംബറിന് മാത്രമേ സാധിക്കൂ. 15 ടണ്ണോളം വരുന്ന ഈ ബോംബിന് എത്ര ശക്തമായ കോൺക്രീറ്റ് കവചത്തെയും തുളച്ചിറങ്ങി ഉള്ളിൽ ചെന്ന് കനത്ത സ്ഫോടനം നടത്താനുള്ള ശേഷിയുണ്ട് താനും. അതാണ് ഇറാനിൽ അവർ അതീവ പ്രഹരശേഷിയോടെ പ്രയോഗിച്ചത് എന്നുള്ളത് നിർണായകമാണ്. മറ്റൊന്ന്, ഈ സൽമാൻ തുറമുഖത്തിന് സമീപമുള്ള തന്ത്രപ്രധാനമായ ഒരു സമുദ്ര കേന്ദ്രം കൂടി ഇന്നലെ ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. വലിയ തീപിടുത്തം അവിടെ ഉണ്ടായി. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അത് റിപ്പോർട്ട് ചെയ്തു. തീ അണയ്ക്കുന്നതിനായി സിവിൽ ഡിഫൻസ് സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഇറാനിലെ എംബസി അടച്ചു UAE. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഗൾഫ് സഹകരണ കൗൺസിലിന്റെ തീരുമാനമുണ്ട്. വീഡിയോ കോൺഫറൻസ് വഴി ചേർന്ന വിദേശ മന്ത്രിമാരുടെ യോഗമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടന്നത്. മറ്റൊരു പ്രധാന വിഷയം, നമ്മൾ അതിൻ്റെ ആ ഒരു സാങ്കേതികത്തിലേക്കും അതിൻ്റെ ഒരു കണക്കിലേക്കും ഒക്കെ പോയാൽ അത് വളരെ പ്രധാനമായ ഒന്നാണ്. അത് പ്രവാസികളെ ഈ ആക്രമണം, ഇറാൻ്റെ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാന കാര്യം 6 GCC രാഷ്ട്രങ്ങളിലുമായി ഏകദേശം 90 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളുണ്ട് എന്നാണ് കണക്ക്. അതിൽ മുന്തിയ പങ്കും മലയാളികളാണ്. UAE-യിലാണ് ഇന്ത്യക്കാർ ഏറ്റവും അധികം. 34 ലക്ഷം പേർ UAE-യിൽ മാത്രമുണ്ട്. സൗദിയിൽ 26 ലക്ഷം പേരാണുള്ളത്. കുവൈറ്റിൽ 10.3 ലക്ഷം പേരും, ഒമാനിൽ 7.8 ലക്ഷം പേരും, ഖത്തറിൽ 7.5 ലക്ഷം പേരും, ബഹ്റൈനിൽ 3.26 ലക്ഷം പേരും. ഇസ്രായേലിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകളുണ്ട്, മലയാളികളുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇറാനിൽ 4400ഓളം ആളുകൾ ഉണ്ട്. ഇവരെല്ലാം ഇപ്പോഴത്തെ യുദ്ധം ഇവരൊക്കെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം നമുക്കറിയാം, ദുബായ് ഒക്കെ ലോകത്തെ ഏറ്റവും അധികം സുരക്ഷിതമായ ഒരു രാജ്യമായി കണക്കാക്കപ്പെട്ട ഒന്നാണ്. നമ്മുടെ പല ശതകോടീശ്വരന്മാരും നമ്മുടെ പല സിനിമാ താരങ്ങളും കായിക താരങ്ങളുമൊക്കെ അവരുടെ സെക്കൻഡ് ഹോമായി കരുതുന്ന ഒരു രാജ്യം കൂടിയാണ് ദുബായ്. അവർക്ക് അവിടെ ആഡംബര വസതികളുണ്ട്. പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഈ സുരക്ഷിതത്തെ ബാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇനി അവിടെ ഒരു പക്ഷേ സമാധാനം എന്നുള്ളത് ഏത് നിമിഷവും അതിന് ഭംഗം വരാം എന്നുള്ള ഒരു ഫീലിലേക്ക് കാര്യങ്ങൾ എത്തി. ഒരിക്കലും അടക്കില്ലെന്ന് പെരുമയുള്ള ദുബായ് വിമാനത്താവളം പോലും അടക്കേണ്ടി വരുന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ടാകുന്നൊരു പശ്ചാത്തലം ഉണ്ടായി. ഒപ്പം വ്യോമഗതാഗതത്തെ കാര്യമായി ബാധിക്കുന്നു. വ്യോമപാതകൾ അടയ്ക്കുന്നു. ഒപ്പം പ്രവാസികളുടെ പണമൊഴുക്ക് 38% ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമുക്കറിയാം ഇന്ത്യയിലേക്ക്. ഇതിലേതാണ്ട് പാതിയും UAE-യിൽ നിന്നാണ്. ഈ പ്രവാസി പണത്തിന് നല്ലൊരു പങ്കും ഇനി ഏത് തരത്തിൽ അതിനെ ബാധിക്കുമെന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ബാങ്കിങ്, വിദ്യാഭ്യാസം, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ നിരവധി മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിനെയൊക്കെ യുദ്ധക്കെടുതി കാര്യമായി ബാധിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇനിയും ഇത്തരത്തിൽ ദുബായിലൊക്കെ വസ്തുവും സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ ആളുകളൊന്നും മടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, അതൊരു പ്രധാന പ്രശ്നമാണല്ലോ. UAE അടക്കമുള്ള സ്ഥലങ്ങളിലെ ഈ ആക്രമണം മൊത്തത്തിൽ ആ ഒരു സംവിധാനത്തിൻ്റെ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും. തീർച്ചയായിട്ടും അത് ഇപ്പോൾ വ്യാപകമായിട്ടൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള മലയാളികൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ആക്രമണങ്ങൾ കൂടുതലായിട്ട് നടന്നത് അവിടെയുള്ള ഈ തുറമുഖ മേഖലകൾ, അതുപോലെ തന്നെ US-ന്റെ ഈ സൈനിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ്. അല്ലാതെ അവിടെയുള്ള ഈ വ്യാവസായിക മേഖലകളിൽ അല്ലെങ്കിൽ ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലൊന്നും ഇതുവരെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ മലയാളികൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ഒമാനിൽ ഈ തുറമുഖത്തിൽ നടന്ന ആക്രമണത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൽമാൻ തുറമുഖത്ത് നടന്ന ആക്രമണത്തിലുമെല്ലാം ഇപ്പോൾ കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത് പ്രവാസികളായിട്ടുള്ള ചില തൊഴിലാളികളാണ്. പക്ഷേ അവരൊന്നും ഇന്ത്യക്കാരല്ല, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളവരല്ല എന്നത് ഒരു ആശ്വാസമാണ്. എന്നാലും അവർക്കാണ് പരിക്കേൽക്കുകയും പലതരം പ്രശ്നങ്ങളിൽ ഇവർ ഏർപ്പെടുകയും ചെയ്തത്. എന്നാൽ ഈ മലയാളികൾ കൂടുതലായിട്ടുള്ള മേഖലകളിൽ ഇതുവരെ ആക്രമണം എത്തിയിട്ടില്ല എന്നത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള
ഒരു കാര്യം തന്നെയാണ്. അവരും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. രാത്രികാലങ്ങളിൽ അവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈറനുകൾ പലപ്പോഴും മുഴങ്ങാറുണ്ട്. അവർ കൂടുതൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ കെട്ടിടങ്ങളിൽ ഈ ജനലിനടുത്ത് കൂടുതൽ കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നത് ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല കാലങ്ങളിൽ ഈ ഡ്രോണുകളെല്ലാം അവർക്ക് ദൂരെ ഒരു കാഴ്ചയായിട്ട് ആകാശത്ത് നിന്ന് ദൃശ്യമാണ്. പക്ഷേ അതെല്ലാം അപ്പോൾ തന്നെ അതത് രാജ്യങ്ങൾ നിർവീര്യമാക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ UAE അടക്കം അവിടെ 137 ഇറാൻ മിസൈലുകൾ അവിടെ എത്തിയിരുന്നു. അതുപോലെ തന്നെ 209 ഡ്രോണുകളും അവിടെ എത്തിയിരുന്നു. പക്ഷേ ഇതെല്ലാം നിർവീര്യമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ചിലത് മാത്രമാണ് ഈ ലക്ഷ്യസ്ഥാനങ്ങൾ ഹിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഉൾപ്പെടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വ്യാപകമായിട്ട് ഈ ഒരു പ്രശ്നം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ നേരിടുന്നില്ല. അവർക്ക് ഇതുവരെ ഒരു ജീവഹാനി സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവർ നേരിട്ടതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ടാക്കുന്ന പശ്ചാത്തലം തന്നെയാണ്. ഇത് അവിടെയുള്ള മലയാളികൾക്ക് മാത്രമല്ല, ഇത് നാട്ടിലുള്ള അവരുടെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ ഒരു ആശങ്ക തന്നെയാണ്. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അവർ ഭയപ്പെടുന്നു. അത്തരം ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും. മറ്റൊന്ന്, നമുക്കറിയാം ഹോർമുസ് കടലിടുക്ക് യുദ്ധമുണ്ടായാൽ ഇറാന്റെ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും എന്നാണ് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും മറ്റും ചെയ്തത്. പക്ഷേ ഇത് ഏതാണ്ട് ഇപ്പോൾ അങ്ങനെ അടക്കില്ല എന്നുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ ഇറാന്റെ പുതിയ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ഏറെ സാമ്പത്തികമായി, വാണിജ്യപരമായി, ട്രേഡ് പരമായി ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഹോർമുസ് കടലിടുക്ക്. ഇത് പൂർണ്ണമായും നമുക്കറിയാം ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും തിരിച്ചുമുള്ള വ്യാപാരത്തിൽ ഇറാന്റെ അധീനത്തിലുള്ള ഈ കടലിടുക്ക് ഏറെ നിർണായകമാണ്. ലോക വിപണിയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിൻ്റെ 20% കടന്നു പോകുന്നത് ഈ ഹോർമുസ് വഴിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം കൂട്ടുന്നത്. ഗൾഫിലെ ഓയിലിൻ്റെ ഭൂരിഭാഗവും കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ് ഇത് അടയ്ക്കുകയോ മറ്റ് പ്രതിസന്ധിയോ വല്ലതും ഉണ്ടായാൽ വില ബാരലിന് വല്ലാതെ വർദ്ധിക്കും. ഇപ്പോൾ നമുക്കറിയാം $80 ഇന്നിപ്പോൾ രാവിലെ എണ്ണവില വർദ്ധിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. $100 അതിവേഗം ഒരുപക്ഷെ എണ്ണവില എത്തിയേക്കാം. നമുക്കറിയാം എണ്ണവിലയൊക്കെ വളരെ താഴ്ന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ $100 എത്തിയേക്കാം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെയാണ്, ഇന്ത്യയാണ്. ഇന്ത്യക്ക് ഇത്തരത്തിൽ ഇന്ത്യയുടെ വലിയ ഓയിൽ എത്തുന്ന ഒരു മേഖല കൂടിയാണ് ഇത് എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രവാസികൾ അടക്കം ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. എണ്ണ വഴിയുള്ള സാമ്പത്തിക ആഘാതം വളരെ വലുതാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ക്രൂഡ് ഓയിലിൻ്റെ 90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മൾ എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കണം. ഇതിൽ നല്ലൊരു പങ്കും വരുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് വരുന്ന ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. 10 ലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും ഈ ഹോർമുസ് കടലിടുക്ക് വഴി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത്. ഇതിൽ തടസ്സമുണ്ടായാലും വില കൂടിയാലും ഇന്ത്യക്ക് അത് വലിയ ആഘാതമാകും. അത് വലിയ ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ 2024-25 ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി 11.6 ലക്ഷം കോടി രൂപയുടേതായിരുന്നു. ഈ വർഷം ഏപ്രിൽ ജനുവരിയിലെ ചെലവ് 8.8 ലക്ഷം കോടി രൂപയാണ്. എണ്ണവില ബാരലിന് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഇന്ത്യയെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. ഇത് നമ്മളെ വല്ലാത്ത തരത്തിൽ ചിന്തിപ്പിക്കുന്നു. അജയ്, ഹോർമുസ് കടലിടുക്ക് തൽക്കാലം അടയ്ക്കുന്നില്ല എന്നല്ലേ പ്രഖ്യാപനം ഇറാൻ്റെ? എന്താണ് വിവരം? ഈ ഒരു മേഖലയിൽ ഇപ്പോൾ കടുത്ത രീതിയിലുള്ളൊരു ഇറാനിയൻ ഭീഷണിയുണ്ട്. മേഖലയിൽ ഇപ്പോൾ ഈ ഒരു ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകൾക്ക് നേരെ അവർ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 3 കപ്പലുകളാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് വിധേയമായത്. ഈ സംഘർഷം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പല എണ്ണ കമ്പനികളും, ആദ്യഘട്ടത്തിൽ ഒരു 4 എണ്ണ കമ്പനികളാണ് ഇതുവഴി പൂർണ്ണമായിട്ടും അവരുടെ ചരക്ക് ഗതാഗതം ഇപ്പോൾ നിർത്തിയതായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നീട് കൂടുതൽ എണ്ണ കമ്പനികൾ ഇതുവഴി ഇപ്പോൾ തൽക്കാലം ഈ സംഘർഷം രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുവഴി ഗതാഗതം നടത്തില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തി നിലപാട് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇറാൻ ഈ മേഖലയിലൂടെ കടന്നുപോയിട്ടുള്ള 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ ഈ മേഖലയിലൂടെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ടും ഏതാണ്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് വ്യാപകമായിട്ട് എല്ലാ രാജ്യങ്ങളും അതുപോലെ തന്നെ എണ്ണ
കമ്പനികളും ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത്. ജപ്പാൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ മേഖലയിൽ ഇത്തരത്തിൽ ഈ വ്യാപാരം നടത്തുന്നതിൽ ആശങ്കയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ വഷളായ നിലയിൽ ഇപ്പോൾ അവരുടെ ഒരു കപ്പലിനുൾപ്പെടെ ഒരു ഭീഷണി ഉണ്ടെന്ന് അറിയിക്കുക അടക്കം ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഹോർമുസ് കടലെടുക്ക് പക്ഷേ പൂർണ്ണമായിട്ടും ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിക്കുകയാണെങ്കിൽ ഇതുവഴി ചരക്ക് നീക്കം ഒരു എണ്ണയുടെ ചരക്ക് നീക്കം നടത്തുന്നത് 20 മുതൽ 25%. അപ്പോൾ ഇത് നിലയ്ക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ എണ്ണവില അത് കുതിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിരുന്നു. ഇന്ന് രാവിലെ ഏഷ്യ മാർക്കറ്റിൽ മാത്രം 7% വർധനവ് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായി. $78.25 പെർ ബാരൽ എന്നുള്ള നിരക്കിലും US മാർക്കറ്റിൽ 7.3% വർധനവുണ്ടായി. $71.93 പെർ ബാരൽ എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു ഹൈക്ക് ഇന്ന് രാവിലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഈ മേഖലയിലുള്ള ഗതാഗതത്തിലെ പ്രതിസന്ധി കൊണ്ടാണ്. ഇതിപ്പോൾ ക്രൂഡ് ഓയിൽ മാത്രമല്ല, മറ്റ് ഭക്ഷ്യ സാധനങ്ങൾ അതുപോലെ മറ്റ് ഒരു മൊത്ത ആഗോള വ്യാപാരത്തിനെ തന്നെയും ഇതൊന്ന് പിടിച്ചുലയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അത്ര നിർണായകമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഒരു അറേബ്യൻ സീയെ ഈ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ശരി, ഏതായാലും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യക്ക് വേറെ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലകൾ കൂടിയാണ് ഇത് എന്നതുകൂടി ചേർത്ത് വെക്കണം. നമുക്കിനി ഫ്ലൈറ്റുകൾ കാര്യമായി ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമുള്ള ഫ്ലൈറ്റുകൾ, നെടുമ്പാശ്ശേരി 23 വിമാനങ്ങൾ, തിരുവനന്തപുരത്ത് 20 സർവീസുകൾ, കരിപ്പൂരിൽ പൂർണ്ണമായും സർവീസുകൾ റദ്ദാക്കി. ഡാനി പോൾ, സാരംഗ് സുധാകരൻ, CB അനുമോദ് എന്നിവർ ചേരുകയാണ്. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, 26ഓളം സർവീസുകൾ, അതായത് ഒരു സർവീസുകളും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇല്ല എന്നാണോ, അതോ ജിദ്ദയിലേക്ക് മറ്റുമുള്ള ചില സ്ഥലങ്ങളിലേക്ക് മാത്രമുള്ള സർവീസ് നടക്കുന്നുണ്ടോ എന്നാണോ? രഞ്ജിത്ത്, ചിലയിടങ്ങളിലേക്ക്, അതായത് ഈ ഒമാൻ മേഖലയിലേക്ക് ഒമാൻ്റെ സർവീസുകൾ നടത്തുന്നുണ്ട്. ഒമാൻ മസ്കറ്റിലേക്ക് ഉള്ള സർവീസുകൾ ഒമാൻ എയർവേസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജിദ്ദയിലേക്കുള്ള സർവീസുകൾ സൗദി എയർലൈൻസ് നടത്തുന്നുണ്ട്. ഈ 2 സർവീസുകൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തടസ്സങ്ങൾ, ആ മേഖലയിൽ വ്യോമപാതയൊന്നും അടച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെയും അവർക്ക് സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതേ സർവീസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് ഗൾഫ് സെക്ടറുകളിലേക്ക് ഈ സർവീസുകളൊന്നും നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ സാരമായ രീതിയിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ രീതിയിൽ ഇവിടെ എല്ലാം തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ 23 വിമാനങ്ങൾ ഈ രീതിയിൽ തന്നെ സർവീസ് റദ്ദ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ദിവസങ്ങളിലേക്ക് വരുമ്പോഴും കൂടുതൽ സർവീസ്. നമുക്കറിയാം, കൂടുതൽ സർവീസുകൾ പുലർച്ചെ തന്നെ എത്തുന്ന ഒരു രീതിയാണുള്ളത്. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇന്നും സാരമായ രീതിയിൽ തന്നെ കൊച്ചിയിൽ നിന്നുള്ള സർവീസുകളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സൗദിയുടെയും അതോടൊപ്പം തന്നെ ഒമാൻ്റെയും ആ മേഖലയിലേക്കുള്ള സെക്ടറുകൾ, ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കുമുള്ള സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പുലർ 8 മണിക്കും അതോടൊപ്പം തന്നെ 11:30ക്കും ഉണ്ടായിരുന്ന സർവീസുകൾ ഇനി ഉച്ചയ്ക്കുള്ള ഒരു ഫ്ലൈറ്റ്, ഈ രീതിയിലുള്ള സർവീസുകൾ മാത്രമാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളൊരു സർവീസ് എന്ന് പറയുന്നത് എത്തിഹാദിൻ്റെയും അതോടൊപ്പം തന്നെ സ്പൈസ് ജെറ്റിൻ്റെയും ദുബായിലേക്കുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതെല്ലാം തന്നെ ഈ രാത്രി ഉള്ളതാണ്. പക്ഷേ നടക്കാനുള്ള സാധ്യതകളെല്ലാം വളരെ കുറവാണ്. കാരണം അതിൻ്റെ ഒരു സമയക്രമത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അത് ചാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള അറിയിപ്പ് തന്നിലേക്ക് തന്നെ ചുരുങ്ങുകയും ചെയ്യും. ഏതായാലും വലിയ രീതിയിൽ ഈ മേഖലയിൽ ആ പ്രതിസന്ധി നിലനിൽക്കുന്നത് അത് തുടരുകയാണ്. യാതൊരു അയവും ഇതിലേക്ക് വന്നിട്ടില്ല. നമ്മൾക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ അവിടെ ആരും തന്നെ ഈ ഡിപ്പാർച്ചർ അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ കൂടുതലും ഗൾഫ് മേഖലയെ ആശ്രയിച്ച് തന്നെയായിരുന്നു കൂടുതൽ സർവീസുകൾ ഉണ്ടായിരുന്നത്. അവിടെ യാത്രക്കാരും ആരുമില്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഒപ്പം തന്നെയും ഈ ചിലരെങ്കിലും നേരിട്ട് വന്ന് അന്വേഷണം നടത്തി പോകുന്നവരുമെല്ലാം തന്നെയുണ്ട്. കാരണം പലരും പ്രതിസന്ധിയിലാണ്. അവിടെ ജോലിയും സംബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കുടുങ്ങിപ്പോയവർ, ലീവിന് വന്നവരുണ്ട്, അവിടേക്ക് തിരിച്ചു പോകേണ്ടവരുണ്ട്. അതോടൊപ്പം തന്നെയാണ് നാട്ടിലേക്ക് വരാനായിട്ട് ഉടങ്കാത്ത് നിൽക്കുന്ന പ്രവാസികളുണ്ട്. ഇവരെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഇത് ബാധിച്ചിരിക്കുന്നു. എപ്പോൾ ഇത് മാറും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അവസാനിക്കുക എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ഉറപ്പും തരാൻ ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. ആ ഒരു രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു. അതിൻ്റെ തുടർച്ചകൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ വിവരങ്ങൾ പങ്കുവെക്കുന്നു. സാരംഗ് സുധാകരനും അനുമോദും ചേരുന്നുണ്ട്. അനുമോദ്, കരിപ്പൂരിൽ വിമാന സർവീസുകൾ ഏതാണ്ട് പൂർണ്ണമായും റദ്ദാക്കി അല്ലേ?
രഞ്ജിത്ത്, നമുക്കറിയാം മലബാറിലെ ഏറ്റവും അധികം പ്രവാസികൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിമാനത്താവളമാണ് കരിപ്പൂരിലേത്. ഏറ്റവും അധികം വിമാനങ്ങൾ സർവീസ് നടത്തുന്ന ഒരു വിമാനത്താവളം കൂടിയാണ്. ഇവിടെ പൂർണ്ണമായിട്ടും സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യമാണ് ഉള്ളത്. അതായത് 37 സർവീസുകളാകെ ഇന്ന് ഇവിടെ നിന്നും സർവീസ് നടത്തേണ്ടതാണ്. അത് കരിപ്പൂരിലേക്കും തിരിച്ച് കരിപ്പൂരിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കും അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് വിമാനത്താവളത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്ന് 2 സർവീസുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. റിയാദിൽ നിന്നുള്ള ഫ്ലൈനാസ്, മസ്കറ്റിൽ നിന്നുള്ള സലാം എയർ എന്നിവ മാത്രമാണ് ഇന്ന് സർവീസ് നടത്തിയിട്ടുള്ളത്. സലാം എയർ 5:04-നും ഫ്ലൈനാസ് 6-നുമാണ് കരിപ്പൂരിലെത്തിയത്. ഇതിൽ സലാം എയർ 6:08-ന് മസ്കറ്റിലേക്കും ഫ്ലൈനാസ് 7:27-ന് റിയാദിലേക്കും തിരിച്ചുപോയി. മറ്റൊരു വിമാനങ്ങളും ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊന്നും തന്നെ കരിപ്പൂരിലേക്ക് ഇന്ന് സർവീസ് നടത്തുന്നതിലെല്ലാം പൂർണ്ണമായും റദ്ദാക്കിയ ഒരു സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച് യാത്രക്കാർ വിമാന കമ്പനികളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തണം, ആശയവിനിമയം നടത്തണമെന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. പക്ഷേ വിമാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയ ഒരവസ്ഥയുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും ഈ സർവീസുകൾ പുനരാരംഭിക്കുക എന്നുള്ളതും വിമാന കമ്പനികൾ നിശ്ചയിക്കുന്നത് പോലെ ആണ് എന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ പൂർണ്ണമായി റദ്ദാക്കിയതോടെ പ്രവാസികളുടെ വരവും പോക്കുമൊക്കെ അനിശ്ചിതത്വത്തിലാണ് ഇപ്പോൾ. ശരി അനുമോദ്. സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്തുണ്ട്. സാരംഗ്, തിരുവനന്തപുരത്ത് വേണ്ട 23ഓളം വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ യാത്രക്കാരൊക്കെ ഒരുപാട് അവിടെ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു, ഒരു കൃത്യമായ അറിയിപ്പ് കിട്ടാതെ. 20 സർവീസുകൾ അല്ലേ? എന്താണ് ഇന്നത്തെ വിവരം? രഞ്ജിത്ത്, ഇന്ന് 20 സർവീസുകളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. 65 സർവീസുകൾ, അതായത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 65 സർവീസുകളാണ് ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും റദ്ദ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിന് മുൻപത്തെ ദിവസം അടക്കം യാത്രക്കാർ ഈ ഒരു കൃത്യമായ വിവരം ലഭ്യമാകാത്തതിന്റെ പേരിൽ എയർപോർട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാഹചര്യമെല്ലാം കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് ആരും സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മാലിയിലേക്ക് മാത്രമാണ് ഒരു സർവീസ് നടത്തിയിരുന്നത്. അതിന് 20ഓളം സർവീസുകൾ, ഇന്നത്തെ 20 സർവീസുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. 7 കുവൈറ്റിലേക്ക് പുറപ്പെടേണ്ട കുവൈറ്റ് എയർവേസ് വിമാനം റദ്ദ് ചെയ്തിട്ടുണ്ട്. ഒപ്പം 10:45 പുറപ്പെടേണ്ട ഷാർജ ഫ്ലൈറ്റും 35 പുറപ്പെടേണ്ട റിയാദ് വിമാനങ്ങളും റദ്ദ് ചെയ്തിട്ടുണ്ട്. ഗൾഫിലേക്കുള്ള ഈ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റീഷെഡ്യൂൾ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ടിക്കറ്റ് തുക തിരിച്ച് ലഭിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതിലൊന്നും അനിശ്ചിതത്വം നേരിടുന്നുണ്ട്. കാരണം ഈ ഒരു സാഹചര്യം എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒപ്പം തന്നെ അത് അനിയന്ത്രിതമായി തുടർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ യാത്ര എത്ര ദിവസം നീളുമെന്നും കൃത്യമായ ഒരു ധാരണ യാത്രക്കാർക്ക് വന്നിട്ടില്ല. പലരും റീജോയിനിങ്ങിനും വേണ്ടി മറ്റുമാണ് ഇപ്പോൾ എയർപോർട്ടിലേക്ക് എത്തുന്നത്. അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ നാട്ടിലേക്ക് വന്ന ആൾക്കാരും തിരിച്ചു പോകുന്ന ആൾക്കാരടക്കം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷേ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ജീവന അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സർവീസുകൾ പുനരാരംഭിക്കുന്നത് വരെ തന്നെ യാത്രക്കാർ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 20 സർവീസുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് റദ്ദ് ചെയ്തിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെടുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ ഡൽഹിയിൽ നടക്കം റദ്ദാക്കിയിട്ടുണ്ട്. 300-ലേറെ വിമാന സർവീസുകളെ ബാധിച്ചു. യൂറോപ്പിലേക്കുള്ള റൂട്ടുകൾ ആയ ലണ്ടൻ, സൂറിച്ച്, ഫ്രാങ്ക്ഫർട്ട്, കോപ്പൻഗേഹേഗൻ, മിലാൻ, വിയന്ന എന്നീ വിമാന സർവീസുകളെയും ബാധിക്കും. ഖത്തർ എയർവേസ് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. എത്തിഹാദ് എയർവേസ് അബുദാബിയിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ച പശ്ചാത്തലം കൂടി ഗൗരവതരമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അധികം തിരക്കാണ്. സ്ത്രീകളും പുരുഷന്മാരും പോലീസൊക്കെ വലിയ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു ക്രമീകരണത്തിന് വേണ്ടി. 4000-ഓളം പോലീസുകാരെയാണ് ഇതിനുവേണ്ടി ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വലിയ തിരക്കാണ്. പോലീസുകാരൊക്കെ വലിയ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം രാവിലെ മുതൽ പുലർച്ചെ മുതൽ ക്യൂ നിൽക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ആഹാരം പോലും കഴിക്കാതെ, കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില ബഹളങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാകും. അതുമൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും നാളെയാണ് ഈ പൊങ്കാല സമർപ്പണം. രാവിലെ 9:45-നാണ് ശ്രീകോവിലിന് മുന്നിലെ പണ്ടാര അടുപ്പിൽ തീ പകരുന്നത്. അതോടുകൂടി തന്നെയാണ് ദശലക്ഷക്കണക്കിന് അടുപ്പുകളായിരിക്കും ഈ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുക. അവരുടെയൊക്കെ വലിയ സ്വപ്നമാണ്, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി. ഈ ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല കലങ്ങൾ അണിനിരക്കുന്നത്. ഉച്ചയ്ക്ക് 2:15-നോടുകൂടിയായിരിക്കും നിവേദ്യം എടുക്കുന്നതോടുകൂടിയായിരിക്കും ഈ പൊങ്കാലയുടെ ആഘോഷം ഒക്കെ അവസാനിക്കുന്നത്. ഇത്തവണ 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെ സ്ത്രീ ഭക്തർ പൊങ്കാല അർപ്പിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ ട്രസ്റ്റ് അവരുടെ വാർത്താ സമ്മേളനത്തിലൊക്കെ അത് വ്യക്തമാക്കുകയും ചെയ്തു. പൂർണ്ണമായും
എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസ് കടന്നു പോകുന്നുണ്ട്. അത്യാഹിത ഉള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആംബുലൻസ്, അവരെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാണ്. കുടിവെള്ളം എല്ലാ ഇടങ്ങളിലും തന്നെ കുടിവെള്ളവും എത്തുന്നുണ്ട്. ചേച്ചി എവിടെന്നാ വരുന്നത്? ഞങ്ങള് പാലക്കാട് കൊല്ലംകോട്ടുന്ന്. എന്നെത്തി? ഇന്ന് രാവിലെ ട്രെയിനിലാണോ? അതെ അതെ. എത്ര വർഷമായിട്ട് വരുന്നു? ഇപ്പൊ ഇത് 3ാമത്തെ വർഷമായി. തിരക്കാണ്. ഞങ്ങൾ ആദ്യമായി വരെയാണ്. അതൊരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇല്ല, കണ്ടില്ല, തൊഴാൻ പറ്റിയിട്ടില്ല. ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇവരൊക്കെ കുറച്ചുപേര് എങ്ങനെയാണ് ഇത്? കൂട്ടുകാർ പറഞ്ഞിട്ടാണ്? അതെ അതെ. അല്ല, കുറെ വർഷം കൊണ്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ വെളിനാട്ടിലായിരുന്നു. ഇപ്പൊ ഇടാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. ഇപ്പൊ ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരിടേണ്ട പറഞ്ഞപ്പോ ഞാനും വന്നത്. അതൊരു സന്തോഷം. ഭയങ്കര ഹാപ്പിയാണ്. നവമി, നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ എന്തായാലും പൊങ്കാലയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കാമെന്ന് കരുതുന്നു. നവമിയും ആ ഒരു ഭക്തിയുടെ ലഹരിയിലാണ് എന്ന് മനസ്സിലാകുന്നു. നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നവമിയും ഇന്ന് മുഴുവൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവരുടെ ആ ഭക്തർക്കൊപ്പം കാണും. മറ്റൊന്ന്, ഈഡൻ ഗാർഡൻസിൽ നിറഞ്ഞാടി സഞ്ജു സാംസൺ. സ്വന്തം തോൾക്കരത്തിൽ ഇന്ത്യയെ സഞ്ജു സെമി ഫൈനലിലെത്തിച്ചു. സഞ്ജു മാത്രമായിരുന്നു ഇന്നലെ ഈഡനിൽ താരമായത്. കാരണം ഒരറ്റത്ത് വിക്കറ്റുകൾ കൊഴിയുമ്പോഴും ഏറെ പക്വതയോടെ ഇതുവരെ കാണാത്ത ഒരു സഞ്ജു സാംസനെ ഇന്നലെ ഈഡൻ ഗാർഡൻസിൽ കണ്ടു എന്നുള്ളതാണ് ക്രിക്കറ്റ് വിശകലന വിദഗ്ധർ. സഞ്ജുവിൻ്റെ ആരാധകർക്ക് ഒരു വലിയ വിരുന്ന് സമ്മാനിച്ചാണ് സഞ്ജു തൻ്റെ കരിയർ ബെസ്റ്റ് ഇന്നിങ്സ് ഇന്നലെ ഈഡനിൽ കാഴ്ചവെച്ചത്. 196 റൺസായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം. അഭിഷേക് ശർമ്മ വലിയ ഫോമിലുണ്ടായിരുന്ന ബാറ്റ്സ്മാൻ എന്ന് കരുതപ്പെട്ടിരുന്ന ആൾ അഭിഷേക് പരാജയപ്പെടുന്നു. സഞ്ജു ഒപ്പം നിൽക്കുന്നു. ആദ്യം 50 റൺസ് അടിക്കുന്നു. സാധാരണ സഞ്ജു 50-ലെത്തുമ്പോൾ നമ്മൾ പിന്നെ പ്രതീക്ഷിക്കേണ്ടത് ഔട്ടാകും എന്നുള്ളതാണ്. പക്ഷേ സഞ്ജു വീണ്ടും തുടരുകയാണ്. 98 റൺസ് വരെ സഞ്ജുവിൻ്റെ 97 റൺസ് വരെ സഞ്ജുവിൻ്റെ ആ വിജയ ലക്ഷ്യം അല്ലെങ്കിൽ ആ തൃഷ്ണ തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സഞ്ജു ഇന്നലെ ഇന്ത്യയെ തൻ്റെ മാത്രം തോളിലേറ്റി വിജയത്തിലെത്തിച്ചു. അതിനുശേഷം സഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ വർഷങ്ങളായി കാത്തിരുന്ന നിമിഷം എന്നാണ്. ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഹരി, സഞ്ജു അല്ലാതെ മറ്റാരുമില്ല ഇന്നലത്തെ വിജയത്തിന് കാരണക്കാരൻ. സഞ്ജു ഒറ്റയ്ക്കാണ്. ഒരുപാട് നമുക്കറിയാം പാളിച്ചകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിൽ. വെസ്റ്റ് ഇൻഡീസ് ഒരു ടീമായി കളിച്ചു, ഗംഭീര ക്യാച്ചുകളൊക്കെ എടുത്തു. നമ്മൾ പല ക്യാച്ചുകളും ഡ്രോപ്പാക്കി. നമ്മുടെ ബാറ്റ്സ്മാൻമാരൊക്കെ പരാജയപ്പെടുന്ന ഘട്ടത്തിൽ പോലും സഞ്ജു മാത്രമാണ് ഇന്നലത്തെ വിജയത്തിൻ്റെ കാരണക്കാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. ഇതൊരു മലയാളി വികാരത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ സഞ്ജു എങ്ങനെയെങ്കിലും ടീമിൽ തുടർന്ന് കളിക്കണമോ എന്നതിൻ്റെ പേരിലല്ല. അക്ഷരാർത്ഥത്തിൽ ഒരൊറ്റ മനുഷ്യൻ ഒരു രാജ്യത്തെ തോളിലേറ്റി സെമി ഫൈനലിലേക്ക് കൊണ്ടുപോയി എന്നത് മാത്രമാണ് സഞ്ജു സാംസന്റെ കഴിഞ്ഞ ദിവസത്തെ ഇന്നിങ്സിനെ വിശേഷിപ്പിക്കേണ്ടത്. 195 റൺസ് എന്ന ഹിമാലയൻ ടാസ്ക് ആണ് വെസ്റ്റ് ഇൻഡീസ് മുന്നോട്ട് വെച്ചത്. 196 റൺസാണ് ഇന്ത്യക്ക് ജയിക്കാൻ. ചരിത്രത്തിൽ T20 ലോകകപ്പിൽ 130 റൺസ് 3 തവണ മാത്രമാണ് ഇന്ത്യ ചേസ് ഡൗൺ ചെയ്തിട്ടുള്ളത്. അത് 3 തവണയും വിരാട് കോഹ്ലി ഉള്ളപ്പോൾ. വേറെ എല്ലാ കളികളിലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ 195 റൺസ് പോലൊരു ലക്ഷ്യം ഇന്ത്യ എങ്ങനെ സ്കോർ ചെയ്യും? അതിന് പകരം വിരാട് കോഹ്ലിയെ പോലെ ഇന്ത്യൻ ടീമിൽ ആരാണുള്ളത് എന്നതായിരുന്നു ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയാണ് സഞ്ജു വിശ്വനാഥൻ സാംസൺ. 97 റൺസ് 50 പന്തുകളിൽ നിന്നും. സാധാരണയായി രഞ്ജിത്ത് പറഞ്ഞ പോലെ ആക്രമിച്ച് കളിക്കുന്ന സഞ്ജുവിനെയാണ് നമ്മൾ എല്ലാ മത്സരങ്ങളും കാണുന്നുണ്ടെങ്കിൽ ഇന്നലെ വളരെ കമ്പോസ്ഡായി വളരെ കാമായി സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് കളിക്കുന്ന സഞ്ജുവിനാണ് കണ്ടത്. ഒരറ്റത്തുനിന്ന് വിക്കറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അഭിഷേക് പോകുന്നു, സൂര്യകുമാർ പോകുന്നു, ഈശാൻ കിഷൻ പോകുന്നു. എല്ലാവരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരാൾ അവിടെ ആവശ്യമാണ്. അവിടെ നിന്നാൽ മാത്രമേ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാവുള്ളൂ എന്ന് മനസ്സിലാക്കിയ സഞ്ജു അതനുസരിച്ച് കളിക്കുകയാണ് ചെയ്തത്. ആക്സിലറേറ്റ് ചെയ്യേണ്ട സമയത്ത് കളിച്ചു, അല്ലാതെ നിൽക്കേണ്ട സമയത്ത് സിംഗിൾസും ഡബിൾസും അടിച്ചുകൊണ്ടേയിരുന്നു. പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കുറച്ചധികം ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അഭിഷേക് ശർമ്മയുടെ 2 ക്യാച്ച് പോയി, തിലക് വർമ്മയിൽ നിന്ന് 1 ക്യാച്ച് പോയി, വരുൺ ചക്രവർത്തിയുടെ റൺഔട്ട് ചാൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരൊറ്റ മനുഷ്യൻ ഒരു രാജ്യത്തെ സെമിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഓർക്കണം, സെമിയിലോട്ട് കടന്നില്ലെങ്കിൽ ഇന്ത്യ നാണം കെട്ട് പോയേനെ എന്ന് വേണമെങ്കിൽ പറഞ്ഞു. പാകിസ്ഥാന്റെ 2 മുൻ താരങ്ങളാണ് പറഞ്ഞത് ഇന്ത്യ സെമി കടക്കില്ല എന്ന്. അവർക്ക് ശരിക്കും അവരുടെ തലക്കിട്ട് കൊടുത്ത് അടിയായി പോയത്. തീർച്ചയായും അവരവരുടെ സ്വന്തം ടീമിന് അതുപോലെ വിശകലനം ചെയ്തിരുന്നെങ്കിൽ എന്നേ നന്നായേനെ എന്നതും കൂടി ചോദിച്ചു പോയി. കാരണം അവരെ ഇതുപോലെ വിശകലനം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് എങ്ങനെയെങ്കിലും കയറരുതെന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം രാജ്യം എങ്ങനെ കളിക്കുന്നു അവർ ചിന്തിക്കാറില്ല. എന്തായാലും കഴിഞ്ഞ കളിയിലേക്ക് വരുമ്പോൾ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സരത്തിന് ശേഷം സൂര്യകുമാർ യാദവ് തൻ്റെ തൊപ്പി ഊരി ബോ ഡൗൺ ചെയ്യുന്നു സഞ്ജുവിലേക്ക് എന്നുള്ളതാണ്. നമുക്ക് ഒരാഴ്ച മുന്നത്തെ പ്രസ് മീറ്റിൽ പോയാൽ പോലും സഞ്ജുവിനെ ഞാൻ ആർക്ക് പകരം കളിക്കണം, അഭിഷേക് ശർമ്മയ്ക്ക് പകരം കളിപ്പിക്കണോ, തിലക് വർമ്മയ്ക്ക് പകരം കളിപ്പിക്കണോ എന്ന് ചോദിച്ച അതേ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് തന്നെ മത്സരത്തിന് ശേഷം സഞ്ജുവിൻ്റെ ഇന്നിങ്സ് കണ്ട് തൊപ്പി ഊരി തല ഉന്നിച്ച് നിന്ന് വണങ്ങുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നടത്തിയൊരു ഡിഫറൻസാണ്. എന്തായാലും ഒരു കാര്യം
ഉറപ്പായി. ഇനി അടുത്ത മത്സരം സഞ്ജു കളിക്കുമോ എന്നൊക്കെ ചോദ്യചിഹ്നത്തിൽ നമ്മൾ പല രീതിയിലും വാർത്ത കൊടുക്കാറുണ്ട്. ഇനി ആ ചോദ്യചിഹ്നം അടുത്ത ഒരു 10 മത്സരത്തിലേക്ക് ഉണ്ടാവണ്ട. കാരണം അടുത്ത ഇന്ത്യയുടെ 2020 മത്സരങ്ങളിൽ കുറച്ചെങ്കിലും അടുത്തൊരു 10 മത്സരത്തിലെങ്കിലും സഞ്ജു ആ സ്പോട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയും നിർണായകമായ മത്സരമായിരുന്നു, അത്രയും നിർണായകമായ ഒരു ജയവും കൂടിയായിരുന്നു ഇന്ത്യക്ക് വേണ്ടത്. മത്സരത്തിന് ശേഷം, അതായത് ആ ബൗണ്ടറി ലോങ് ഓണിലേക്ക് അടിച്ചതിന് ശേഷം സഞ്ജുവിന് ഒരു സെലിബ്രേഷൻ സ്റ്റൈലുണ്ട്. അതിപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. താൻ ആഗ്രഹിച്ച ദിസ് മീൻസ് ദ ഹോൾ വേൾഡ് ടു മീ എന്നാണ് സഞ്ജു പറഞ്ഞത്. കാരണം അത്രയ്ക്ക് താൻ ആഗ്രഹിച്ചിരുന്ന ഇന്നിങ്സാണ്, കൊതിച്ചിരുന്ന ഇന്നിങ്സാണ്, മോഹിച്ചിരുന്ന ഇന്നിങ്സാണ്. അതിനുശേഷം തന്നെ ഭാര്യ വീഡിയോ കോളൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ എല്ലാം ഭയങ്കര ജെനുവിനായിരുന്നു, ഭയങ്കര രസകരമായിരുന്നു, കണ്ണ് നനയിപ്പിക്കുന്ന നിമിഷം കൂടിയായിരുന്നു അതൊക്കെ. ഇന്നലെ ഒട്ടാകെ തന്നെ ഇന്റർനെറ്റിൽ രാത്രി മത്സരത്തിന് ശേഷം സഞ്ജു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ജയത്തെക്കാൾ ഉപരി സഞ്ജു ഇസ് ബാക്ക് എന്നുള്ളൊരു തോന്നലും കൂടി ആളുകളിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് നമുക്ക് വിരാട് കോഹ്ലിയെ പോലെ അവിടെ ചേസ് ഡൗൺ ചെയ്യാൻ ഒരു മനുഷ്യനുണ്ട് എന്നൊരു വിശ്വാസവും കൂടിയാണ് അവിടെ. കാരണം ഹാർഡ് ഹിറ്റിംഗ് പ്ലേയേഴ്സാണ് ഇന്ത്യൻ താരങ്ങളെല്ലാം. അതിൽ ആര് നിന്ന് കളിക്കും എന്നുള്ള ചോദ്യത്തിന് സഞ്ജു എന്നല്ലാതെ നിലവിൽ ഈ 11 പ്ലേയേഴ്സിൽ വേറൊരു ഓപ്ഷനും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അജയ്, എനിക്ക് മറ്റൊരു കളി മൊത്തം കണ്ടപ്പോൾ മറ്റൊരു കാര്യം തോന്നിയത് സഞ്ജുവിൻ്റെ സ്റ്റൈലിലല്ല സഞ്ജു കളിച്ചത് എന്നുള്ളതാണ്. ആക്രമണോത്സുകത മാറ്റിവെച്ചു, പക്ഷേ നല്ല ഷോട്ട്സ് കളിച്ചു. റൺ റേറ്റ് അല്പം പോലും കുറയാതെയുള്ള പ്ലേയിങ് ആയിരുന്നു. പക്ഷേ വളരെ പക്വതയോടെ, വളരെ ജാഗ്രതയോടെ. ഇപ്പോൾ ഒരു 6 കഴിഞ്ഞാൽ അടുത്ത 6-നായിട്ടുള്ള അഭിവാഞ്ചയാണ് പലപ്പോഴും സഞ്ജുവിന്. പക്ഷേ ഒരു 6 കഴിഞ്ഞാൽ അടുത്ത ബോൾ ഡിഫെൻഡ് ചെയ്യുക, നല്ല ബോളുകൾ മാത്രം നോക്കി അടിക്കുക, അങ്ങനെ മറ്റൊരു സഞ്ജുവിനെ കണ്ടു. അത് ആരുടെയൊക്കെ ഉപദേശപ്രകാരമായിരിക്കാം. കാരണം തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു ബാറ്റ്സ്മാൻ, തുടർച്ചയായി വിമർശനം കേൾക്കുന്ന ഒരാൾ, എന്തിന് ഇയാളെ ഇങ്ങനെ ടീമിലിട്ടിരിക്കുന്നു എന്ന പല ചോദ്യങ്ങളും കേൾക്കുന്ന ഒരാളാണ് ഇങ്ങനെ പക്വതയോടെ. ശരിക്കും സച്ചിൻ തെണ്ടുൽക്കറൊക്കെ കാണിക്കുന്ന ഒരു പക്വതയുണ്ട് തൻ്റെ ബാറ്റിംഗ് കരിയറിലുടനീളം. അതിലേക്ക് സഞ്ജു എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഒരു വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സാണ് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. അതുകൊണ്ടാണ് എല്ലാവരും സഞ്ജുവിനെ ഇന്നിങ്സിൽ വാഴ്ത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ മെച്ചുവാരിറ്റി ആ ഇന്നിങ്സിൽ ഉണ്ടായതുകൊണ്ടാണ്. വളരെ കാമായും കമ്പോസ്ഡ് ആയിട്ട് തന്നെ കളിച്ചത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ. കാരണം ആക്രമിച്ച് കളിക്കാൻ ഒരു ഉദ്ദേശമേ സഞ്ജുവിന് ഉണ്ടായിരുന്നില്ല. 195 ഒരു ഭീകരമായ ടോട്ടൽ, ക്ലോസ് ടു 10 റൺസ് പെർ ഓവർ ഓരോ ഓവറിലും വേണമെന്നുള്ളതാണ് റിക്വയർഡ് റൺ റേറ്റ്. എന്നിട്ട് പോലും അവിടെ നിന്ന് കളിക്കുകയാണ്. എല്ലാ ഷോട്ട്സും ഡൗൺ ദ ഗ്രൗണ്ടാണ് കളിക്കുന്നത്. സാധാരണയായി 4 സിക്സറുകൾ മാത്രമാണ് സഞ്ജുവിൻ്റെ ഇന്നിങ്സിലുള്ളത്. കാരണം സാധാരണ 97 റൺ അടിക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ പക്കൽ അപ്പോൾ തന്നെ ഒരു 8-10 6 കാണും സാധാരണ. പക്ഷേ ഇതിൽ 4 6 ഉള്ളൂ, ബാക്കി എല്ലാം ഡൗൺ ദ ഗ്രൗണ്ടാണ് കളിക്കുന്നത്. അപ്പോൾ ബോളിലോട്ട് ഉയർത്തി അടിച്ച് ക്യാച്ചിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കൊന്നും ഫീൽഡേഴ്സിന് ഒരു അവസരം പോലും കൊടുക്കാതെ അതനുസരിച്ച് കളിക്കാനുള്ള ഒരു സഞ്ജുവിൻ്റെ മൈൻഡ് സെറ്റാണ് കഴിഞ്ഞ കളിയിൽ കണ്ടത്. അതുകൊണ്ടാണ് ഈ ഇന്നിങ്സിന് പൊന്നും വിലയുണ്ട് എന്നുള്ളത് ആരാധകരും പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് മൊത്തത്തിൽ സഞ്ജുവിൻ്റെ ഒരു 2.0 വേർഷൻ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആക്രമിച്ച് കളിക്കാതെ സാഹചര്യത്തിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് സഞ്ജു കളിച്ചു. അതിനുള്ള ഒരു ബെനിഫിറ്റും അതിനനുസരിച്ചുള്ള റിട്ടേണും കിട്ടി എന്നുള്ളത് വേണം പറയാൻ. അതനുസരിച്ച് ഉള്ള എന്താ പറയുക, എല്ലാ രീതിയിലും ഇന്റർനെറ്റിൽ തരംഗമായി മാറുന്ന സഞ്ജുവിനെയും നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് ഇംഗ്ലണ്ടിനെതിരെയാണ് സെമി ഫൈനൽസ്. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ബൗളിംഗ് അറ്റാക്കിനെ കുറിച്ച് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ട്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ബൗളിംഗ് ഭയങ്കര മോശം ബൗളിംഗ് ആണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ രീതിയിൽ സഞ്ജു മാത്രം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കഴിഞ്ഞാൽ സെമി ഫൈനലും കളിക്കില്ല. ഇതൊരു ടീം സ്പോർട്ടാണ്. ബാറ്റിങ്ങിൽ ചെറിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതുപോലെ തന്നെ ആർക്കും സാഹചര്യത്തിനൊത്ത്, സഞ്ജുവിന് എല്ലാവരും സാഹചര്യത്തിനൊത്ത് ഉയരാൻ സാധിച്ചില്ല എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോകരുത് എന്നത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. പക്ഷേ കറന്റ് റൈറ്റ് നൗ സഞ്ജുവിൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് വാഴ്ത്തുക എന്നുള്ളതിലെ മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഹരി പറഞ്ഞതുപോലെ മെച്ചുറായ ഒരു ഇന്നിങ്സ് കളിക്കുന്ന സഞ്ജു, പുതിയ സഞ്ജുവിനെ നമ്മൾ ഇന്നലെ ഈഡൻ ഗാർഡൻസിൽ കണ്ടു. ഇനിയിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്വന്തം ചേട്ടൻ, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒക്കെ അഭിനന്ദനമായി വന്നത് ചേട്ടൻ തകർത്തു എന്ന് പറഞ്ഞാണ്. നമ്മൾ അതൊക്കെ സെമിയിലേക്ക് കടക്കുമ്പോൾ സഞ്ജു തൻ്റെ ടീമിലെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ഒപ്പം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളടക്കം സഞ്ജുവിന് അഭിനന്ദനവുമായി രംഗത്ത് വരുന്നു. അതിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, പൃഥ്വിരാജുണ്ട്. അങ്ങനെ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു സഞ്ജുവിനെ ഇന്നലെ ഈഡൻ ഗാർഡൻസിൽ കാണാൻ സാധിച്ചു. അപ്പോൾ യഥാർത്ഥ സഞ്ജു ഈസ് ബാക്ക് എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഉടനീളം പറയുന്നത്. നമുക്ക് 9 മണി വാർത്ത പൂർത്തിയാക്കാം. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി TG സജിത്ത് ചേരും.